Hi friends, Simis Vloginte പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. Asusന്റെ ഒരു ലാപ്ടോപ്പാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. Asusന്റെ VivoBook സീരീസിലെ ഒരു ലാപ്ടോപ്പാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് Asusന്റെ ബ്രാൻഡിങ് കാണാം. Asus VivoBook എന്ന് പറഞ്ഞ് Asusന്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ Asus വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ബോക്സ് ഒന്നുമല്ല നൽകിയിട്ടുള്ളൊരു സാധാ നോർമൽ പാക്കിംഗ് ബോക്സാണ് Asus VivoBook നൽകിയിട്ടുള്ളത്. സൈഡിൽ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് Asus VivoBookൻ്റെ മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. X411Q എന്ന മോഡലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ റാപ്പർ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ബോക്സിൽ വേറെ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ലാപ്ടോപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 യൂസർ മാനുവലാണ് നമുക്ക് ലഭിക്കുന്നത്. യൂസർ മാനുവൽ ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. Asusന്റെ ഹൈലൈറ്റ് ഫീച്ചറായ ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ എന്ന്. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് ലഭിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു ബോക്സിലായിട്ട് നമുക്ക് ചാർജിങ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 പിൻ ചാർജിങ് കേബിളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് ചെറിയൊരു ബോക്സിലായിട്ട് നമുക്ക് അഡാപ്റ്ററും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു 45 വാട്ടിൻ്റെ AC അഡാപ്റ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഫാസ്റ്റ് ചാർജറും കൂടിയാണ്. ഇപ്പോൾ ബോക്സിനകത്ത് നമുക്ക് വേറെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബോക്സ് നമുക്ക് മാറ്റിയേക്കാം. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ലുക്ക്. സെൻട്രലായിട്ട് തന്നെ നമുക്ക് Asus എന്ന് നമുക്ക് ബ്രാൻഡിങ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെ ലാപ്ടോപ്പിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ സ്ട്രക്ചേർഡ് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചാർജിങ് സ്ലോട്ടും അതുപോലെ തന്നെ USB 3.1 സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു HDMI സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു Type C സ്ലോട്ടും അതുപോലെ തന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 USB 2.1ൻ്റെ സ്ലോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു SD കാർഡ് സ്ലോട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 LED ഇൻഡിക്കേറ്ററും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ചാർജിങ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഒരു പവർ ഓൺ ഇൻഡിക്കേറ്ററുമാണ് നമുക്ക് ലഭിക്കുന്നത്.
ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ വെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ നമുക്ക് ലഭിക്കുന്ന ലാപ്ടോപ്പിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് എയർ വെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൽ നമുക്ക് കാണുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് എയർ വെൻറ്റ്സ് കാണാൻ സാധിക്കുന്നത്. അത് മികച്ചൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സോണിക് മാസ്റ്റേഴ്സിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. വിൻഡോസിൻ്റെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ 14 ഇഞ്ചിൻ്റെ ഫുൾ HD LCD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 സൈഡിലായിട്ട് നമുക്ക് നാരോ ചെറിയൊരു ബെൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുകളിലും താഴത്ത് കുറച്ചും കൂടി വലുപ്പമുള്ള ബെസൽസാണ്. അപ്പോൾ മുകളിൽ നമുക്കൊരു 720p വെബ് ക്യാം നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ നമുക്കൊരു Asusൻ്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കീബോർഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിക്ലെറ്റ് കീബോർഡാണ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ടച്ച് പാഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടച്ച് പാഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ടച്ച് പാഡിനെ കുറിച്ച് തന്നെ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. 30,000 റേഞ്ച് ലാപ്ടോപ്പിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നത് വളരെ മികച്ചൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഓണിങ് ടൈമൊക്കെ വളരെ ഫാസ്റ്റാണ്. ബൂട്ടിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പ്. എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് 10 ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ലാപ്ടോപ്പിനെ കുറച്ച് കീ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ 14 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LED ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ബോർഡാണ് നമുക്ക് ലഭിക്കുന്നത്. 1.4 kg മാത്രമേ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് നമുക്ക് ലഭിക്കുന്നില്ല. ഡിസ്ക് ഡ്രൈവിൻ്റെ സ്ലോട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ഈ ലാപ്ടോപ്പിൽ ലഭിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് പ്രോസസ്സേഴ്സ് ആൻഡ് മെമ്മറിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ AMDയുടെ A12970P എന്ന പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. 4 കോറുകളുള്ള ഒരു പ്രോസസ്സറും കൂടിയാണ്. 2.7 GHz ക്ലോക്ക് സ്പീഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. 8GB DDR4 ടൈപ്പ് റാമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 12GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിരിക്കുന്ന മെമ്മറി SSD മെമ്മറിയാണ്. 512GB SSD മെമ്മറിയാണ് നമുക്ക് ലഭിക്കുന്നത്. SSD ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ബൂട്ടിങ്ങൊക്കെ ആപ്സൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് എൻ്റെ GPUനെ കുറിച്ച് ഗ്രാഫിക് പ്രോസസ്സറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ AMD റേഡിയോൺ R7 എന്ന ഗ്രാഫിക് പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിൻഡോസ് 10 നമുക്ക് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബോക്സിൽ. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചൊരു ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ സ്പെക്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 8GB റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 512GB SSDയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സ്പെക്സ് ലഭിക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കാൻ വേറെ ഒരു ലാപ്ടോപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലാപ്ടോപ്പ് വളരെ മികച്ചൊരു പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഒരു ബഡ്ജറ്റ് റേഞ്ച് ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസ് നമുക്ക് ലഭിക്കുമെന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. 31,000 ആയിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ പ്രൈസിലൊക്കെ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് വന്നേക്കാം. 30 കുറച്ച് പ്രൈസിന് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിയേക്കാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നവരെ ബൈ.